മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ സംഗീത യാത്ര നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം നമ്മുടെ ജഡ്ജസിനെ. കുപ്പുസ്വാമി സർ, മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. മഹതി മാം, സ്വാഗതം. നാദർഷിക, മിന്നാമിനിങ്ങിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് സെലിബ്രേറ്റഡ് ബൈ ഈസ്റ്റേണിലേക്ക്. പ്രണയഗാനം കേൾക്കാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമാണല്ലേ? അപ്പോൾ അത്തരത്തിൽ മനോഹരമായ ഒരു പ്രണയഗാനമായി എത്തുകയാണ് നമ്മുടെ കൃതിക പ്രണയം റൗണ്ടിൽ. നമുക്ക് സ്വാഗതം ചെയ്യാം കൃതികയെ. കൃതിക ചേച്ചി, നല്ല ഭംഗിയുണ്ട്, നല്ല സ്കേർട്ട്, നല്ല കോമ്പിനേഷൻ, നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ പ്രണയം റൗണ്ടാണ്, എന്താണ് തീം എന്തെങ്കിലും ഉണ്ടോ പ്രണയം റൗണ്ടില്? തീം എന്ന് പറയാൻ, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണ് നഗരവാസിയായ ഒരു ആണിനെ സ്നേഹിക്കുകയാണ്. അപ്പം അയാൾ നഗരത്തിലേക്ക് കൊണ്ടുപോകുമ്പം ആ പെണ്ണ് നക്ഷത്ര കണ്ണുള്ള കൂട്ടുകാരെ നക്ഷത്ര നാടായിട്ടാണ് അതിനെ കാണുന്നത്. അപ്പം അയാൾ തിരിച്ചു പോയപ്പോൾ പെൺകുട്ടി അതൊക്കെ ഓർത്ത് വിഷമിക്കുന്ന പക്ഷെ പ്രണയമുള്ളൊരു പാട്ടാണ്. അപ്പം എന്തായാലും വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ പറഞ്ഞു. ഇനിയിപ്പോൾ ആ പാട്ടിലും ആ ഒരു പ്രണയവും ആ ഒരു തീവ്രതയും നക്ഷത്ര കണ്ണുകളും ഒക്കെ തെളിഞ്ഞു വരട്ടെ. ഓക്കെ, നന്നായിട്ട് പാടൂ. താങ്ക് യു.
നക്ഷത്ര കണ്ണുള്ള കൂട്ടുകാരാ എൻ്റെ മനസ്സിൻ്റെ പാട്ടുകാരാ കുപ്പി വെള്ളത്തുണ്ട് കൂട്ടി വച്ചിന്നു ഞാൻ നിന്നെയും കാത്തിങ്ങിരിക്കയല്ലോ നിന്നെയും കാത്തിങ്ങിരിക്കയല്ലോ ശ്രീകോവിലിൻ്റെ പ്രദക്ഷിണ വീതിയിൽ നിന്നെ ഞാൻ ആദ്യമായി കണ്ട നേരം എൻ്റെ പ്രണയത്തിൻ പൂക്കളിറുത്തു ഞാൻ പ്രേമ പുഷ്പാഞ്ജലി നൽകിയില്ലേ പ്രേമ പുഷ്പാഞ്ജലി നൽകിയില്ലേ നക്ഷത്ര കണ്ണുള്ള കൂട്ടുകാരാ എൻ്റെ മനസ്സിൻ്റെ പാട്ടുകാരാ നീ പാടി തന്നോരാ പാട്ടിൻ്റെ ഈണങ്ങൾ ഓർത്തു ഞാൻ തേങ്ങിക്കരഞ്ഞിടുന്നു ഓർത്തു ഞാൻ തേങ്ങിക്കരഞ്ഞിടുന്നു നീ പാടി തന്നോരാ പാട്ടിൻ്റെ ഈണങ്ങൾ ഓർത്തു ഞാൻ തേങ്ങിക്കരഞ്ഞിടുന്നു ഓർത്തു ഞാൻ തേങ്ങിക്കരഞ്ഞിടുന്നു ഓഹോ കൃതിക, ചേച്ചി ഈ പറഞ്ഞ പോലെ ആ പാട്ടില് എല്ലാം ഇങ്ങനെ വരികളിലൂടെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു പ്രണയം. ശരിക്കും എനിക്ക് തോന്നുന്നു പ്രണയം റൗണ്ട് വന്നപ്പോ മിക്ക കണ്ടസ്റ്റൻസും പഴയ ബാല്യകാലത്തിലുള്ള ഒരു പ്രണയത്തെ കുറിച്ചാണ് കൂടുതലും പാടിക്കേട്ടത്, ആ ഒരു സബ്ജക്റ്റ് വന്നത്. അപ്പം എന്തായാലും പാട്ടിനെ കുറിച്ച് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. കുപ്പുസ്വാമി സാർ. சூப்பரா பாடி താങ്ക് യു സർ அருமை. நல்ல வாய்ஸ் பிரைட்டாக வந்தது, ஸ்வீட்டாக வந்தது, எந்த இடத்துலையும் எந்த யாதொரு குழப்பம் இல்லை, நல்ல இனிமையாக வந்தது. பக்கத்தில் ஆர்கெஸ்ட்ரா சூப்பராக நல்ல ஒரு கோஆபரேட்டிவ் பண்ணாங்க. நல்ல என்ன எல்லாரும் அதனால் ஒரு நல்ல ஒரு நாடன் பாட்டுகளில் அப்படியே நாடன் பாட்டுகள்னா அதனுடைய இதுதான் அப்படின்னு ஒரு முத்திரை குத்தனமான ஒரு பஞ்ச் சாங்கானது இது. நல்லா இருந்தது. அது താങ്ക് യു സർ அதில் வருகுண்ண பல்லவி சரணம் எல்லாம் அதில் வருகுண்ண இடங்கள் ரொம்ப அருமையாக இருந்தது. அது லாஸ்ட்டில் முடிக்கணுது அந்த அந்த ஒரு ஆலாப்பு இல்லையா, அது ஒரு நல்ல பாட்டுக்கு ஒரு இன்னும் ஒரு அழகு சேர்த்தது. இப்போ இதே போல் அப்படியே தமிழகத்தில் ஒரு பாட்டு உண்டு, அது வந்து ஏற்ற பாட்டு. காலையில் காக்கா கரைஞ்சுது, காலையில் காக்கா கரைஞ்சோன்னே எல்லாம் ஏற்ற முடிக்க போகணும், அப்போ பாடிட்டு போகிற பாட்டு ஒன்று. வெள்ளி முளைச்சுதடா விடிக்கருக்கல்லாச்சுதடா அள்ளி தெளிச்ச கோலாடி எழுஞ்சி போச்சுதடா புள்ளி சவல கோழி பொழுது விடிய கூவுதடா புள்ளி எழுந்து வாடா தோட்டமெல்லாம் காயுதடா காக்கா கரையூதடா கருங்குயில் கூவுதடா மாக்காந்தோட்டத்தில மரங்கொத்தி பறக்குதடா கிழக்கு வெளுத்ததடா கீழ்வான செவந்ததடா கணக்காயேர் குடிக்க கரிச காடு அழைக்குதடா ஏலேலோ தன்னாரே தன்னாரே நன்மை. താങ്ക് യു സർ. മഹതി മാം. കൃതിക മാം നന്നായി പാടി. കൃതിക താങ്ക് യു ലുക്കിംഗ് വെരി പ്രിറ്റി. നല്ല ഭംഗിയുണ്ട്, യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. കൃതിക നൈസ് സോങ് സെലക്ഷൻ. ദിവ്യ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഐ തിങ്ക് ഈ ചൈൽഡ്ഹുഡ് ലവ്, പപ്പി ലവ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് വെരി ക്യൂട്ട്. പിന്നെ ഇത് പറയാതിരിക്കാൻ വയ്യ, നമ്മുടെ ടെക്നിക്കൽ ടീമിന് ഒരു വലിയൊരു ക്ലാപ്സ് കൊടുക്കണം. LED ഡിസ്പ്ലേ വാസ് സ്പ്ലെൻഡിഡ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഈ പാട്ടിന് മാത്രമല്ല, ഐ തിങ്ക് എല്ലാ പാട്ടുകളിലും അപ്രോപ്രിയേറ്റ് ചില പെയിൻറ്റിങ്സ് അവൾ റൗണ്ടിലൊക്കെ വരുമ്പോൾ നല്ല
പെയിൻറ്റിങ്സ് ഒക്കെയാണ് അവർ LED കാണിക്കുന്നത്. ഇറ്റ് വാസ് ബ്രില്യൻ. സോ താങ്ക് യു ടെക്നിക്കൽ ടീം. ആൻഡ് കൃതിക, സിംഗിങ് വൈസ് ഇറ്റ് വാസ് ഓക്കെ. ഐ തിങ്ക് കുറച്ച് പിച്ച് ഔട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? കൃതികയ്ക്ക് എന്നെ ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്ന നിങ്ങളെല്ലാവർക്കും ഒരു നല്ലൊരു ട്രെയിനിങ് പീരീഡാണ്. ആസ് ഇൻ എങ്ങനെയാണ് സ്റ്റേജിൽ നമ്മൾ പിച്ചിങ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 95% 97% എങ്കിലും പിച്ചിങ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്ന് നമുക്ക് കുറേ മിന്നാമിനിങ്ങിൻ്റെ റൗണ്ട്സിൽ കൂടെ കടന്നു വരുമ്പോൾ യു ആർ ലേണിങ് ഇറ്റ്, റൈറ്റ്? ബിക്കോസ് ഓപ്പൺ ത്രോട്ടിൽ പാടുമ്പോൾ കൺട്രോൾ ഇല്ലാണ്ട് പിച്ചിൽ നിൽക്കില്ല. ഇങ്ങനെ ഒതുക്കി പാടുമ്പോൾ അത് ഒരു ചേരായ്മ ഉണ്ടാവും. ബിക്കോസ് ഒരു ഫുൾ ത്രോയിൽ നമ്മൾ പാടുന്നില്ല. സോ ഈ രണ്ടത്തിനും യു ആർ ഗിവൺ എ ഗ്രേറ്റ് ട്രെയിനിങ് ഹിയർ. സോ ഗുഡ് ദാറ്റ് വേ. ആൻഡ് കൃതികയ്ക്ക് ഇത്തിരി പിച്ചിങ്ങിന് പ്രശ്നങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഹൈസ് പോകുമ്പോൾ ഒരു ഓവർ ഷൂട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഓൾ. അതർവൈസ് ഇറ്റ് വാസ് എ നീറ്റ് പെർഫോമൻസ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. നാദർഷിക, മോളുടെ പാട്ടിനേക്കാൾ കൂടുതൽ മോളുടെ എക്സ്പ്രഷൻസ് ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് എന്തൊക്കെ ആലോചിച്ചിട്ട് ഒരു നാണം അല്ലേ? ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 10ാം ക്ലാസ്. 10ാം ക്ലാസ്സിലോ? സിനിമ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണോ അത്? ശരിക്കും എക്സ്പ്രഷൻസ് ഒക്കെ അല്ലെങ്കിൽ സ്വയം ക്രിയേറ്റ് ചെയ്താണോ? ക്രിയേറ്റ് ചെയ്താ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോ ആരുടെ ഫോട്ടോ ആയിരുന്നു? ഈ സന്തോഷ് പണ്ഡിറ്റ്, ഋതിക് റോഷന്റെ. ഋതിക് റോഷന് ആരുടെ ഫോട്ടോ ആയിരുന്നു? എന്നാലൊന്ന് പറയേ. ഫാമിലി ഫോട്ടോ. ഫാമിലി ഫോട്ടോ ഇവിടുന്ന് ഞങ്ങൾക്ക് കാണായിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആരുടെയോ ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് അത് ആസ്വദിച്ചിട്ട് ഞാൻ വിചാരിച്ചു ആ ഫാമിലി ഫോട്ടോയിലൊക്കെ നോക്കി കഴിയുമ്പോൾ ലിറിക്സൊക്കെ മറന്ന് അല്ലെങ്കിൽ ട്യൂണൊക്കെ മറന്ന് പാട്ടിൽ നിന്ന് വിട്ട് രണ്ടും കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. കാരണം പാട്ട് പാടുകയും ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ എക്സ്പ്രഷൻസും അത് അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം റിസ്ക് ഉള്ള കാര്യമാണ്. അത് രണ്ടും മോള് നന്നായിട്ട് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അക്ക. കൃതിക, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, കുപ്പസ്വാമി സാർ, ഔട്ട് ഓഫ് 30 28 തരം. മഹതി മാം, ഞാനും അതെ 28. നാദർഷിക, പാട്ടിന്റെ കാര്യത്തിൽ 26 ഉള്ളൂ, പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിലും കൂടി 2 ആഡ് ചെയ്തിട്ട് 28. താങ്ക് യു ജഡ്ജസ്. കൃതിക 90-ൽ 84 മാർക്സ് കിട്ടി. നല്ല മാർക്സ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ മിന്ന മിനിങ്ങിന്റെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ശ്യാംലാൽ ആണ്. സോപാനം റൗണ്ടിലാണ് ശ്യാംലാൽ വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ശ്യാംലാലിനെ. വള്ളത്തി വന്നെ കണ്ണിറുക്കുന്നേ മാലപ്പല്ലൂയ, ആ വള്ളത്തി വന്നെ പള്ളു പറഞ്ഞേ മാലപ്പല്ലൂയ, ആയി മാലമല്ലൂയ തക തക മാലമല്ലൂയ, മാലമല്ലൂയ തക തക മാലമല്ലൂയ. ശ്യാംലാൽ ചേച്ചി, സോപാനം റൗണ്ട് അല്ലേ? അതെ വേഷപകർച്ചയല്ലല്ലോ? കഴിഞ്ഞ സെഷനിലെ റൗണ്ട് അല്ലായിരുന്നല്ലോ? ഓക്കെ, ഒരു ചക്രപ്പാട്ടാണ് പാടുന്നത്. ചക്രപ്പാട്ടാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് പാടും. തീർച്ചയായും. ഓക്കെ, ദഗദൈദ റുദിഗുദഗദിഗുദൈദിഗുദാര, ദഗദൈദ റുദിഗുദഗദിഗുദൈദിഗുദാര, ദഗുദിഗുദഗദിഗുദൈദിഗുദാര, ദഗുദിഗുദഗദിഗുദൈദിഗുദാര. ചക്രത്തെ കാലും തൂക്കിട്ടയ്യാ ദിഗുദൈദിഗുദാര, ദിഗുദഗദിഗുദൈദിഗുദാര, ദിഗുദഗദിഗുദൈദിഗുദാര.
ദിഗുദൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ഈ വട്ടിക്കുള്ളിലെ വിത്തിൻ്റെ അളവെത്തറ വിളവെത്തറ പതിരെത്തറ കതിരെത്തറ തകുതി തകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ഈ വട്ടിക്കുള്ളിലെ വിത്തിൻ്റെ അളവെത്തറ വിളവെത്തറ കതിരെത്തറ പതിരെത്തറ തകുതികു തകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര കറുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര കറുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ദൈതകദൈതരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ദൈതകദൈതരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ഈ കൊയ്ത്തിന്റെ അടിയെ തൂങ്ങണ കരിക്കാടി കണ്ടത്തിൽ കനകമണി കതിരിടണേ തരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ഈ കൊയ്ത്തിന്റെ അടിയെ തൂങ്ങണ കരിക്കാടി കണ്ടത്തിൽ കനകമണി കതിരിടണേ തരുതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര തരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര തരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ദൈതകദൈതരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ദൈതകദൈതരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര തരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര ചക്രത്തെ കാലും തൂക്കിയിട്ടയ്യാ അയ്യയ്യാ തൂക്കി വിടയ്യാ തരുതികുതകതികുതൈ ദിഗുദാര ദിഗുദഗദിഗുദൈ ദിഗുദാര 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 ശ്യാംലാൽ ചേച്ചി ചക്രപാട്ടായിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ഒരു രസം ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ ഒരു മൂഡ് ഉണ്ടായിരുന്നു ആ പാട്ടിന്. നമുക്ക് പാട്ടിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. നാദർഷിക്ക, ശ്യാമേ സർ. നന്നായിരുന്നു മോനെ. താങ്ക് യു സർ. അതിൻ്റെ റിതം സൈഡാണ് അതിൻ്റെ നല്ല കോംപ്ലിക്കേഷൻ ആയിരുന്നു അല്ലേ? അതെ അതെ പാടാനും പ്ലേ ചെയ്യാനും അത് സൂക്ഷിച്ചില്ലെങ്കിൽ കൈവിട്ട് പോകേണ്ട സംഭവമായിരുന്നു. എന്നാലും മോനത് മാനേജ് ചെയ്തു. ഇടയ്ക്ക് നമുക്ക് ചെറിയ മിസ്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത് സാറില്ല, അത് നമ്മൾ ക്ഷമിച്ചു. നന്നായിരുന്നു, താങ്ക് യു സർ. നന്നായിട്ട് പാടി. നല്ല എന്താ പറയുക, ശ്യാമിന് പഴയ ആ ഒരു ശ്രുതി ചേരായ്മ കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ ഓക്കെ വരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. താങ്ക് യു സർ. താങ്ക് യു സർ. മഹതി മാം, മാം നന്നായി പാടി ശ്യാം. താങ്ക് യു. നല്ല അസല സോങ് സെലക്ഷൻ. താങ്ക് യു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാട്ട്. അച്ഛൻ സെലക്ട് ചെയ്ത സോങ്. വാവ്, വെരി നൈസ്. നല്ല പാട്ടാട്ടോ. നല്ലൊരു റിതം പാറ്റേൺ ആയിരുന്നു 7/8 ഒത്തിരി പാടാണ് പാടാൻ. ശ്യാമിന്റെ പണീനെക്കാട്ടിലും കോറസിന് ഒത്തിരി പണിയായിരുന്നു അല്ലേ? എവിടെയാന്ന് പറഞ്ഞ് നോക്കി നിന്ന് അത്രയ്ക്ക് കൃത്യമായിട്ട് അവര് ഒബ്സർവ് ചെയ്തില്ലെങ്കിൽ മിസ്സായി പോയേനെ. സോ ദേ വർ ഓൾസോ വെരി ഗുഡ്. ആൻഡ് ശ്യാം നന്നായി പാടി. ശ്യാമിൻ്റെ ആ ശ്രുതി ചേരായ്മ പ്രോബ്ലംസ് എല്ലാം ഇപ്പോൾ നന്നായിട്ട് റെക്ടിഫൈ ആവുന്നുണ്ട്. ഓക്കെ, സോ ഇത്തിരി
ഒരു 5% 10% പ്രോബ്ലംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് ഇറ്റ് വാസ് എ വെരി നീറ്റ് പെർഫോമൻസ്. കീപ് ഇറ്റ് അപ്പ്. Thank you. താങ്ക് യു മാം. കുപ്പിസ്വാമി സർ. ശ്യാംലാൽ Sir. വെരി ഗുഡ് നൈസ്. Thank you, sir. அப்போ மற்ற பாட்டில் காட்டும் இதில் ஒரு பிரைட்னஸ் இருந்தது, ஒரு கான்ஃபிடென்ட் இருந்தது. நன்னாயிட்டு பாடி அது கூட கோரஸுக்கு ஒரு அப்ளாஸ். அது கரெக்ட் இடத்துல, ஏன்னா அது 7-8 மிக்சர் சாப்பிட்டு வரும்போது அந்த இடத்துல கரெக்டாக எடுக்கணும். கரெக்டாக எது இல்லாமல் எல்லாம் நல்ல ஒரு 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 சப்போர்ட் இருந்தது உங்களுக்கு. வெரி குட் நைஸ். ஐ எம் வெரி ஹாப்பி. Thank you, sir. താങ്ക് യു സർ. ശ്യാം, ചേച്ചി സന്തോഷമായോ? സന്തോഷം. ഓ, ഇന്നാണ് ശ്യാം കുറച്ചെങ്കിലും സന്തോഷമായി എന്ന് പറഞ്ഞൊന്ന് ചെറുതായിട്ട് ചിരിച്ചത്. നല്ല കമന്റ്സ് ആയിരുന്നു. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ചോദിക്കാം. നാദർഷക, 30-ൽ എത്ര മാർക്കാണ്? 28. Thank you, sir. മഹതി മാം. 28. Thank you, ma'am. ഞാനും അതെ 28. Thank you, sir. താങ്ക് യു ജഡ്ജസ്. ശ്യാം, ചേച്ചി. 90-ൽ 84 മാർക്സ് കിട്ടി. ഹാപ്പി ആയില്ലേ? Thank you. നല്ല മാർക്സ് ആണ്. ഓക്കെ, അപ്പം എന്തായാലും ഇതുപോലെ തന്നെ ഞങ്ങൾ അടുത്ത റൗണ്ടിലും പ്രതീക്ഷിക്കും. നന്നായിട്ട് പാടും. തീർച്ചയായും. ഓക്കെ, മിനാമിനിങ്ങിൽ അടുത്തതായി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു റൗണ്ടാണ് മണിമേളം റൗണ്ട്. ഗൗരിയാണ് മണിമേളം റൗണ്ടിൽ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ഗൗരിയെ. നാടായ നാടെല്ലാം പാറും പാനം തത്തേ പോരുന്നോ നീ എൻ്റെ നാടു കാണാ. ഗൗരി, ചേച്ചി എന്താണിത്? പാവാടയും ഉടുപ്പുമാണോ ഗൗണാണോ? പാവാടയും ഉടുപ്പാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ മണിച്ചേണ്ട പാട്ടാണ്. ഏത് പാട്ടാ? കണ്ടോ നാട്ടാരെ. ഓക്കെ, അതെങ്ങനെയുള്ള പാട്ടാ? നല്ല വിഷമുള്ള പാട്ട്. ആണല്ലേ? അപ്പൊ അതിന്റെ ഒരു മൂഡിൽ ഇങ്ങനെ നിൽക്കുകയായിരിക്കും. എന്തായാലും ആ ഒരു ഇത് ചോർന്ന് പോകാതെ നന്നായിട്ട് പാടും. താനാനേ
കർക്കിടകപ്പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോയി ഉണ്ണിടമ്മ ഇന്നെങ്ങോ പോയി ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ കർക്കിടകപ്പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോയി ഉണ്ണിടമ്മ ഇന്നെങ്ങോ പോയി ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ എൻ്റെ പൂങ്കാവ് കേൾക്കുന്നുണ്ടോ ഓ താനാനേ താനാ 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 ഗൗരി, ചേച്ചി നല്ല ഒരു സൂതിങ് ആയിട്ട് തോന്നി പാട്ട് കേട്ടപ്പോൾ. കാരണം അതിന്റെ വരികൾ ഓരോന്നും വളരെ വ്യക്തമായിട്ട് കേൾക്കായിരുന്നു. ആ ഒരു മൂഡ് ശരിക്കും ആ ഒരു വരികളിലൂടെ എല്ലാവർക്കും കിട്ടിയെന്ന് തോന്നുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഓക്കെ, മഹതി മാം. നന്നായിട്ടുണ്ടായിരുന്നു പാട്ട്. ഒരു ഫെന്റാസ്റ്റിക് ഫീലിലാണ് ഗൗരി പാടിയത്. താങ്ക് യു മാം. ഫീൽ വാസ് ഫിനോമിനൽ. ഓക്കെ, ശരിക്കും ഒരു കുട്ടി അവിടെ ഉള്ള പോലെ നമുക്ക് അങ്ങനെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഞാൻ എൻ്റെ മോനെ ഒത്തിരി മിസ് ചെയ്തു പാട്ട് കേട്ടപ്പോൾ. എനിഹൗ, സിംഗിങ് വൈസ് ഗൗരിയുടെ തുടക്കം ആ ഒരു പഞ്ചമം പാടിയില്ലേ, അത് ദാറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. ഓക്കെ, അത് കഴിഞ്ഞ പിന്നെ ഒത്തിരി ഗൗരി എന്താ പറയുക, ശ്രുതി ഇത്തിരി കൂട്ടി വേണമെങ്കിൽ വെക്കായിരുന്നു. ഗൗരിക്ക് എപ്പോഴും കുറച്ച് ഷാർപ്പാവുന്ന ടെൻഡൻസി ആയിരുന്നു ഈ പാട്ട് ഫുള്ളും. ഒരു സെമിറ്റോണെങ്കിലും കൂട്ടി വെക്കായിരുന്നു. പക്ഷെ കുറച്ച് ഹൈസ് ഒക്കെ ഉണ്ടല്ലേ, കുറച്ച് തുറന്നു പാടുന്ന ടൈപ്സ് ഉണ്ട്. ബട്ട് ഫീല് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഇതേപോലെ MSV സർ ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു പാട്ടുണ്ട്. ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് താരാട്ട് പാട്ടുകൾ ഇൻ തമിഴ് എന്ന് വേണമെങ്കിൽ പറയാം. മലർന്നു മലരാതെ പാതി മലർ പോലെ വളരും വിഴിവണ്ണമേ வந்து விடிந்தும் விடியாத காலை பொழுதாக விளைந்த கலை அன்னமே நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளம் தென்றலே வளர்பொதிகை மலை தோன்றி மதுரை நகர் கண்டு பொலிந்த தமிழ் மன்றமே அன்பே ஆரிராரோ 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 அன்பே ஆரிராரோ. ഇത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ പാടുന്ന ഒരു പാട്ടാണ്. സോ നല്ല ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും. ഗൗരിയുടെ ഒരു എന്താ പറയുക, ഗൗരി ശരിക്കും അത് മനസ്സിൽ ഉൾക്കൊണ്ട് പാടി. ഓക്കെ, ദാറ്റ് വാസ് വെരി ക്യൂട്ട്. കുറച്ച് ആ ഷാർപ്നെസ് മാത്രം ഒന്ന് ഗൗരി ശ്രദ്ധിച്ചാൽ മതി തോന്നുന്നു. ഐ തിങ്ക് ആ ഓവർ ഷൂട്ടിങ് ഫീലിംഗ് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ, ഒത്തിരി കുറവാണെങ്കിൽ ശ്രുതി നമുക്കിങ്ങനെ ഷാർപ്പാവുന്ന ടെൻഡൻസി ഉള്ള കാരണം ഒരു ഹാഫ് നോട്ട് കൂട്ടി പാടി നോക്കുക. ഓക്കെ, കംഫർട്ടബിൾ ആണെങ്കിൽ അതന്നെ മെയിൻറ്റെയിൻ ചെയ്തോളൂ. താങ്ക് യു മാം. കുപ്പസ്വാമി സർ. നന്നായി പാടി ഗൗരി. താങ്ക് യു സാർ. அங்கங்கே அவிடங்களில் சில தள்ளி வரும்போது தாளம் சரியான சமத்தில் இல்லாமல் தள்ளி தள்ளி வரும்போது அதை வந்து எல்லாரும் கோரஸ் எல்லாம் சேர்ந்து ரொம்ப பிரமாதமாக பாடி அருமையாக இருந்தது. நல்ல ஃபீலிங் தந்த பாட்டு. அது மீனிங் தான் எனக்கு தெரியல. അത് ഈ കുട്ടിയെ ഉറക്കി കിടത്തിയിട്ട് അമ്മ പാടത്ത് പണി ചെയ്യാൻ പോവും. അപ്പോഴത്തേക്കും കുട്ടിയുടെ അച്ഛൻ വരുമ്പോഴത്തേക്കും
അമ്മ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവും. ഓ അപ്പോൾ അച്ഛൻ പാടുന്ന പാട്ടാണ്. ഓ ശരി ശരി നല്ല 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 പാട്ടാണ്. നല്ല നല്ല മീനിങ്ഫുൾ നല്ല ഫീലിംഗ് തന്നെയുള്ള പാട്ട്. നന്നായിട്ട് നിങ്ങൾ പാടി. ഓക്കെ സൂപ്പർ. താങ്ക് യു സർ. നാദർഷിക. മോളുടെ പാട്ടിൻ്റെ ഫീല് നല്ലായിരുന്നു. മോൾക്ക് ആകെ ഉള്ള കുഴപ്പം ചേരായ്മ, അതാണ് മോളുടെ പോരായ്മ. അത് സ്റ്റാർട്ടിങ് ടു എൻഡ് ഓരോ വരികൾ തുടങ്ങുമ്പോൾ അത് പ്രകടമായിരുന്നു. അത് ശരിക്കും ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാട്ട് പാടുമ്പോൾ നല്ല ഫീലിൽ പാടാനായിട്ടുള്ള ഒരു സെൻസും കഴിവും ഉണ്ട്. കറക്റ്റ് അത് ഉൾക്കൊണ്ടാണ് പാടുന്നത് മോള്. കറക്റ്റ് അതിൻ്റെ ഫീൽ, അതിൻ്റെ അർത്ഥം എല്ലാം മുഖത്തും അതിൻ്റെ മോളുടെ ഭാവത്തിലും ശബ്ദത്തിലും എല്ലാം വരുന്നുണ്ട്. പക്ഷെ അത് ശ്രുതി കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ. ഇപ്പോൾ റെക്കോർഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമുക്ക് മെലോഡൈൻ ചെയ്തിട്ട് പിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ സ്റ്റേജിൽ മെലോഡൻ ചെയ്യാൻ നമ്മൾ തന്നെ മെലോഡൻ ചെയ്യണം സ്വയം. അങ്ങനെ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ സിംഗേഴ്സും വന്നിട്ട് പാടി പോകുമ്പോൾ അത് മെലോഡൻ ചെയ്തെടുത്താൽ മതി. ആർക്ക് വേണമെങ്കിലും പാടാം. ഒരു ഹാഫ് നോട്ടൊക്കെ മാറി കിടക്കണമെങ്കിൽ പോലും ശരിയാക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. പാടി അങ്ങനെ തന്നെ കൃത്യമായിട്ട് പഠിച്ചാൽ അത് ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡിൻ്റെ ഒന്നും കാര്യം വരില്ല. ഒന്ന് ശ്രുതി ചേർത്ത് പാടാൻ ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ ഈ മോണിറ്റർ ലെവലിൽ നമ്മളുടെ ലുക്ക് നേരെയാണെങ്കിലും നമ്മുടെ ചെവി രണ്ടും ഇവിടെ ഈ രണ്ട് മോണിറ്ററിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൽ കൃത്യമായിട്ട് അതിൻ്റെ കീബോർഡിൻ്റെ കോഡ്സ് നമുക്ക് കിട്ടുന്ന വിധത്തിൽ ശ്രുതി ചേർത്ത് പാടാൻ വേണ്ടിയിട്ട് ശീലിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗൗരി, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? ശരി. മഹതി മാം, ഔട്ട് ഓഫ് 30? 26 ഗൗരി. താങ്ക് യു മാം. കുപ്പുസ്വാമി സർ? ഞാൻ 27 തരാം. താങ്ക് യു സർ. നാദർഷിക? 26 ആണ്. താങ്ക് യു ജഡ്ജസ്. ഗൗരി, അപ്പം 90-ൽ 79 മാർക്സ് ആണ്. വിഷമിക്കേണ്ട ആവശ്യമില്ലേ, പറഞ്ഞ മാതിരി വലിയ കുഴപ്പമില്ലാത്ത മാർക്സ് ആണ്. പക്ഷെ ഇനിയും റൗണ്ട് വരുന്നുണ്ട്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പാടുക. ഓക്കെ. അപ്പോൾ അടുത്ത നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിൻ്റെതാണെന്ന് പറഞ്ഞു. നമ്മുടെ സ്വന്തം കുപ്പുസ്വാമി സാറും മഹതി മാഡവും ചേർന്ന് നല്ലൊരു ഗാനം നമുക്ക് വേണ്ടി പാടുകയാണ്. നമുക്ക് ആസ്വദിക്കാം. என்னடி கண்ணடிக்கு பூங்கொடி என் மனசு வாயெடுப்பில் மாட்டிக்கிட்டே. காத்தாடி போல எண்டு என்ன சுத்துற கண்ணு ரெண்டு பத்தி குச்சிடா நீ பார்த்தா உள்ள தப்பு தண்டை நடக்குதுடா. ரெங்கி ரெங்க வச்சுட்டு என் சிந்தனைய தெங்கி தழும்ப வச்சுட்டு. என்னடி என்னடி கண்ணடிக்கு பூங்கொடி என் மனசு வாயெடுப்பில் மாட்டிக்கிட்டே. எண்டு என்ன சுத்துற சுமந்த காளி போட்டு சுத்த வைக்கிறேன்.
ஒரு நகைப்பெட்டி போலதான் இருக்குதடா உன் வயசு அத தொட்டு தொட்டு திருடுறடா. அச்சி முறிஞ்சு போச்சுடி என் நெஞ்சு இப்ப சுத்தி சரிஞ்சு போச்சுடி ஐயோ வெக்கா ஒழிஞ்சு போச்சுடா என் மூளைக்குள்ள பட்சி பறந்து போச்சுடா ஐ ஐ என்னடி என்னடி கண்ணடிக்கு பூங்கொடி என் மனசு உன் இடுப்பில் மாட்டுகிச்சுடி ஓ எட்டடி பத்தடி எட்டி நின்ன கண்டடி எட்டி மேல தொட்ட முன்ன தொட்ட எப்படி காத்தாடி போல எண்டு என்ன சுத்துற ஜூமந்த காளி போட்டு சுட்ட வைக்கிற என்னடி விட்டு முட்ட ரொம்ப பேசுற கண்ணாடி நெஞ்சு மேல கல்ல வீசுற திண்டாடி 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 சொக்கி நிக்கிற அடி என்னடி என்னடி கண்ணடிக்க பூங்கொடி என் மனசு உன் இடுப்பில் மாட்டுகிச்சுடி எட்டடி பத்தடி எட்டி நின்ன கண்ணடி எட்டி மேல தொட்ட முன்ன தொட்ட எப்படி വ്യത്യസ്തമായ ഗാനങ്ങളുമായി മിന്നാമിനിങ്ങിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പഞ്ചാരപ്പാട്ടിന്റെ പാൽച്ചിലമ്പുമായി മിന്നാമിനിങ്ങിന്റെ അടുത്ത അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് ഡോക്ടർ ദിവ്യ സൈനിങ് ഓഫ് ഫ്രം മിന്നാമിനിങ് പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഗുഡ് നൈറ്റ്.